കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോയെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 24-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങളാണ്. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. കർത്താവിൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആ അനുഭവത്തിൽ ആ വ്യക്തിക്ക് വലിയ സന്തോഷം, അതും തൃപ്തിയാവോളം ആ വിഭവങ്ങൾ ആസ്വദിക്കും. എന്താണ് ദൈവത്തിൻ്റെ വിഭവങ്ങൾ? ദൈവത്തിൻ്റെ വചനമാണ്. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാൾ, എന്നെ സ്വന്തമാക്കുന്ന തെൻകട്ടയേക്കാൾ മാധുര്യം പകരും. അപ്പോൾ കർത്താവിനെ ഓർക്കുന്നത് പോലും, കർത്താവിൻ്റെ ചിന്ത, കർത്താവിനെ കുറിച്ച് നമ്മൾ സ്മരിക്കുന്നത് പോലും അത് തെൻകട്ടയെ പോലെ മധുരമുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉള്ളിൽ അത് വലിയ അനുഭവമായി മാറും, വലിയൊരു ആനന്ദത്തിൻ്റെ അനുഭവം. എന്നിട്ട് പറയുകയാണ്, എന്നെ ഭുജിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കുകയില്ല. വീണ്ടും വീണ്ടും കർത്താവിനെ ഓർക്കാൻ, കർത്താവിനെ സ്മരിക്കാൻ, കർത്താവിൻ്റെ കാര്യത്തിൽ വ്യാപൃതരാകുവാൻ നമുക്ക് വലിയ ഒരു ദാഹമായിരിക്കും. പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കുമ്പോൾ, ദൈവത്തെ നമ്മൾ ഓർക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെക്കുറിച്ചുള്ള ആ ഒരു വിശുദ്ധമായ ചിന്ത നമ്മൾ നിലനിർത്തുമ്പോൾ, അതായത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു വലിയൊരു സ്നേഹാനുഭവമാണ്. നമുക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ പരമാവധി പരിശ്രമിക്കാം, ദൈവത്തെ സ്മരിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ സ്മരിക്കുന്ന തേനിനേക്കാളും, കർത്താവെ അവിടുന്ന് സ്വന്തമാക്കുന്ന തേൻകട്ടയേക്കാളും മാധുര്യം പകരുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങയെ ഓർക്കുന്നതും അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതും അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന എന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുക്രിസ്തു മാധുര്യവാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശുക്രിസ്തു മാധുര്യവാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശുക്രിസ്തു മാധുര്യവാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.